ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ കീര കൊണ്ട് ഒരുത്തുപോലും ഈ കീര വന്നിട്ട് വിളറാതെ നല്ല ഇതേ ചുമന്ന കളറിൽ നമുക്ക് കൂട്ടാൻ വെച്ച് എടുക്കാം. തോരൻ വെച്ച് അതിങ്ങനെ നോക്കാം. ഇത് നമ്മളെ വീട്ടിൽ നിന്ന കീരയാണ്. ഞാൻ ഏற்கனவே വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരു 2 മൂട് കീര എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ട 2 മൂട്. അപ്പോൾ ഇന്ന് നമുക്കിതിനെ എങ്ങനെ തോരൻ വയ്ക്കാൻ നോക്കാം. നമുക്കിതിൻ്റെ കീരയെല്ലാം ഒന്ന് നല്ലവണ്ണം ചെറുതായിട്ട് എത്ര നമുക്ക് ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇത്രയും നമുക്ക് ചെറുതായിട്ട് കീര ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ചെറുതാക്കി അരിയണം. ഇതേപോലെ കനം കുറച്ച് തന്നെ അരിയണം. അതേപോലെ അതിൻ്റെ തണ്ട് ഞാൻ അതിൻ്റെ നാരൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. കാരണം ഇതിൽ നാർസത്ത് അധികമാണ് ഈ തണ്ടിൽ. അതുകൊണ്ട് അതൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. ചിലർ ഇങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് അരിയും. ഞാൻ അങ്ങനെയല്ല. ഇങ്ങനെ നമ്മൾ കറക്കി നമ്മളിങ്ങനെ അരിയുമ്പം അതിൻ്റെ തണ്ട് അതിൻ്റെ നാരൊക്കെ ചേർന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെ തന്നെ കീര അരിയേണ്ടത്. നമുക്കിതിൽ ഒരു 5-6 കഷ്ണം കൊച്ചുള്ളി കൂടെ ചേർക്കാം. അപ്പോൾ ഈ കീരയുടെ കൂടെ നമ്മൾ ഈ കൊച്ചുള്ളി കൂടെ ഇട്ട് തോരൻ വയ്ക്കുമ്പോൾ നല്ല മണം സൂപ്പറായിരിക്കും. അപ്പോൾ നമുക്കതും ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതാ ഉള്ളിയും നമ്മൾ അരിഞ്ഞെടുത്ത്. അപ്പോൾ നമുക്കിനി ഇതിനെ കൊണ്ടുപോയി തോരൻ വയ്ക്കാൻ പോവാം. ഞാൻ ഈ വലിയ തണ്ട് മാറ്റി വെച്ച് നാളെ കീരത്തണ്ട് രസം വയ്ക്കാം. ഇത് നമുക്കിപ്പോൾ കടുവറുത്തതിൽ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ കീരയെ വരിയിട്ടുണ്ട്. ആദ്യം തണ്ടും ഉള്ളി അപ്പോൾ അതിൻ്റെ പുറത്ത് നമുക്ക് കീര വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കാം. നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ല, ഇത് ഞാൻ ഒട്ടും തന്നെ വെള്ളം ഇതിൽ ചേർത്തില്ല. ആ കടുവറുത്ത എണ്ണയും ആ ഉള്ളിയിലുള്ള വെള്ളവും മാത്രം തന്നെ. അപ്പോൾ ഞാൻ ഇതിനാവശ്യമുള്ള സാധനം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഇത്തിരി ജീരകം എടുത്തിട്ടുണ്ട്, ഇത്തിരി മുളക് പൊടി, ഒരു 5-6 കല്ല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. കണ്ടോ, ഇത് നല്ലവണ്ണം കീര വന്ന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ പ്രത്യേകം ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ഈ കീര ഒരിക്കലും തന്നെ നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ പാടില്ല. നമ്മൾ അടച്ച് വെച്ച് വേവിക്കണമെങ്കിൽ അതിൻ്റെ കളറ് മാറിപ്പോകും. അപ്പോൾ അതാ അരച്ച് വെച്ച് അരപ്പതിൻ്റെ അകത്ത് ഞാനൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ കണ്ട നല്ലവണ്ണം ചുമന്ന കീര നമുക്കിവിടെ റെഡിയായിട്ടുണ്ട്. അപ്പം മനസ്സിലായല്ലോ, നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചാൽ ഈ കളറൊന്ന് മാറിപ്പോകും. ഈ കീര ഒന്ന് ചോറിൻ്റെ കൂടെ വെച്ച് വരുമ്പം എന്തുമാത്രം കളറ് എന്താ കണ്ട, നല്ല ചുമന്ന കീര കണ്ട. നമുക്കൊക്കെ വേണ്ടിയാ വേണ്ട കണ്ട, നല്ല സൂപ്പറായിരിക്കണം മക്കളെ. ഇങ്ങനെ തന്നെ നമ്മൾ കീര തോരൻ വയ്ക്കും. മക്കളെ എങ്ങനെ ഇരിക്കണം നോക്ക്.